ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? ഇന്നത്തെ നമ്മളെ വീഡിയോ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈവനിങ്ങിൽ അധികം ഉണ്ടാവുക ഇപ്പോൾ നമുക്ക് നാളെ ദോശ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കുക. പിന്നെ രാത്രിയിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുക. അങ്ങനത്തെ പരിപാടികളാണ് അധികവും ഈവനിങ്ങിലൊക്കെ ഉണ്ടാവല്ലോ കേട്ടോ. ഇതിപ്പോൾ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അതിൻ്റെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ നാളത്തേക്ക് മാത്രമല്ല കേട്ടോ, ഒരു 2-3 ദിവസത്തേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ മാവ് ഉണ്ടാക്കുന്ന ടൈമിൽ വിചാരിക്കും കുറച്ചൊരു മടിയൊക്കെ തോന്നും കേട്ടോ. പക്ഷേങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുമല്ലോ, വലിയൊരു സമാധാനമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റിലായിരിക്കും, പിന്നെ ദോശയൊക്കെ ആയിട്ട് മാറും കേട്ടോ. എപ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ജോലി തീർക്കാമെന്ന് വിചാരിക്കുമ്പം ഇരട്ടിപ്പണിയിട്ട് ആവാറ്. അതുപോലെയാണ് ഇപ്പോൾ ഒരു പണി കിട്ടിയത്. ഈ മാവ് ഇപ്പോൾ ഇതിൽ കൊള്ളില്ലെന്നറിയാം, എന്നാലും ഞാൻ അതിൽ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതേ വീണ്ടും പാത്രമൊക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഒരു വലിയ ജോലി ഭാരം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈവനിങ്ങിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തെ ചായ നമ്മൾ അങ്ങ് കുടിക്കലില്ല കേട്ടോ, മെല്ലെ ഒഴിവാക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കും. ഇനിയിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിലൊരു പഴം വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക, കിസ്മിസും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പഴം നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയ ശേഷം ഒരു മുട്ട അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു മുട്ടയിലോട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലോട്ട് മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം എൻ്റെ ഒരു മടി കാരണം ഈ ഒരു പാത്രത്തിൽ തന്നെ സൈഡിൽ മുട്ടയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. മുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുത്ത ശേഷം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു ഫ്ലേവർ കിട്ടും. അങ്ങനെ ഇതേ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ചായ കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു ചട്ടി ഒന്ന് മയക്കിയെടുക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയാണ്. 1-2 ചട്ടികളുണ്ട് ഇതുപോലെ മയക്കിയെടുക്കാൻ. അപ്പം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനെ ഒരു പത പൊങ്ങി വരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം, ഇതിപ്പോൾ ഞാനൊരു ദിവസമേ വെച്ചിട്ടുള്ളൂ. ഞാൻ അല്ലാണ്ട് ഇത് ഒരു 2 ദിവസം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെക്കും, എന്നിട്ട് പിറ്റേന്നത് വാഷ് ചെയ്തെടുക്കും. ഇന്നത്തെ ഡിന്നറിന് പൊറോട്ടയും ബീഫാണ് കേട്ടോ. ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് പൊറോട്ട, ഉപ്പ് ഉണ്ടാക്കിയ പൊറോട്ട കുറച്ച് റോളാക്കിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രീസറിൽ വെച്ചിട്ട് ഉറപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ആണ് ഇന്നത്തെ ഡിന്നറിന്, അതും ബീഫും. പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു പൊറോട്ടയുടെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ ഞാൻ നാട്ടിൽ പോയിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ പറയുക, ആ ഒരു രീതിയിൽ, ആ ഒരു പെർഫെക്റ്റായ രീതിയിൽ നല്ല സോഫ്റ്റായിട്ടൊന്നും കിട്ടലില്ല. അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഞാനൊരു ആ റെസിപ്പി ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് കാണിച്ചു കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളി റോസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ് എല്ലാത്തിനും ചേരുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 3 തക്കാളി. ഇതെല്ലാം കൂടി ബീഫിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 600 ഗ്രാമോളം ഉണ്ട് കേട്ടോ ബീഫ്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, കളറ് ഒരുപാട് അധികമായി കുത്തും ചെയ്യും, പിന്നെ ആ ഒരു കളറും മാറിപ്പോവും. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഫെനൽ പൗഡർ, പെരിഞ്ജീരകം പൊടിച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മീറ്റ് വെന്ത് ചെയ്യുമ്പോൾ നമുക്കിതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓവർ വെള്ളം വേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
ഒരു 6-7 വിസിലുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബീഫൊക്കെ വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് കുഞ്ഞുള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മസാല ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞത് കൂടി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ വലിയൊരു ചട്ടി ഫാനാണ് കേട്ടോ. എനിക്ക് ഈ ചട്ടിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ കാണുന്നതിൽ? എനിക്ക് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ടേസ്റ്റ് ഉള്ളത് പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അതെൻ്റെ മാത്രം ഒരു സൈക്കോളജിക്കൽ തോട്ടാണോ എന്നറിയില്ല. ഇക്ക പറയും അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ ആണെന്നൊക്കെ. അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഇതിലോട്ട് ആക്കി കൊടുക്കട്ടെ. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ബീഫ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടൊരു ചെറുനാരങ്ങയുടെ പകുതി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ പൊറോട്ട ചുട്ടെടുക്കുന്നതൊക്കെയാണ് കേട്ടോ. എനിക്ക് നമ്മളിപ്പോൾ ഈ റെസിപ്പീസിലൊക്കെ ഈ ഒരു മൈദ കൊണ്ടുള്ള വിഭവങ്ങളില്ലേ, കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. മൈദ കൊണ്ട് എന്തുണ്ടാക്കിയാലും അത് എന്താ പറയുക, അത് കുഴച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ മൈദ കുഴക്കുന്നതിൽ ഭയങ്കര ഒരു പരാജയമാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ ഒരു മൈദ കുഴച്ചെടുക്കുക എന്ന് പറയുന്നത്. നല്ലൊരു അത്യാവശ്യം മെനക്കേടുള്ളൊരു ജോലിയായിട്ടാണ് എനിക്ക് ആ പണി തോന്നിയിട്ടുള്ളത്. അപ്പോൾ പൊറോട്ടയ്ക്ക് ഇതാ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി പൊറോട്ടയായിട്ട് വരുന്നുണ്ട്. കൈ പൊള്ളിക്കൊണ്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ഇത് ഇങ്ങനെ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. അങ്ങനെ അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ബീഫ് കറിയും നല്ല അടിപൊളി പൊറോട്ടയും ഇത് അടിപൊളി കോംബോ ആണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ കളറ് ഇങ്ങനെയല്ല കേട്ടോ, ഒരു റെഡിഷ് കളറാണ്. അപ്പോൾ ക്യാമറയിൽ ഇതൊരു കുറച്ചൊരു ഡാർക്കായിട്ടാണ് കാണുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു കളറാണ് കേട്ടോ, ഒരു റെഡ് ആയിട്ടുള്ളൊരു കളറാണ്. കാരണം നമ്മൾ കാശ്മീരി മുളകാണ് ഇതിലോട്ട് അധികം ചേർത്തത്. അപ്പോൾ ആ ഒരു കളറാണ് കേട്ടോ ഇതിനുള്ളത്. ബീഫൊക്കെ നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ ബാക്കിയുള്ള കറിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.